എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. തിരുക്കൊച്ചിയിലെ ഏക കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി. തിരുക്കൊച്ചിയിലെ ഏക കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയാണ് തിരുക്കൊച്ചിയിലെ ഏക കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി. കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് ഏത് കലാരൂപത്തിലാണ്? കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത് ഏത് കലാരൂപത്തിലാണ്? കഥകളി. കഥകളിയിലാണ് കച്ചമണി എന്ന ആഭരണം ധരിക്കുന്നത്. കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേര്. കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേര് ക്രിപ്റ്റോജനിക് ഡിസീസസ്. ക്രിപ്റ്റോജനിക് ഡിസീസസ് എന്നാണ് കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്ന പേര്. വിഷവസ്തുക്കളെക്കുറിച്ചും ജീവികളിൽ അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള പഠനം. വിഷവസ്തുക്കളെക്കുറിച്ചും ജീവികളിൽ അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള പഠനം ടോക്സിക്കോളജി. ടോക്സിക്കോളജിയാണ് വിഷവസ്തുക്കളെക്കുറിച്ചും ജീവികളിൽ അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള പഠനം. വൈസ്രോയി എന്ന നിലയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ കാലാവധി അവസാനിച്ച തീയതി. വൈസ്രോയി എന്ന നിലയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ കാലാവധി അവസാനിച്ച തീയതി 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15 വൈസ്രോയി എന്ന നിലയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ കാലാവധി അവസാനിച്ചത്. ഗവർണർ ജനറൽ എന്ന നിലയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ കാലാവധി അവസാനിച്ച തീയതി. ഗവർണർ ജനറൽ എന്ന നിലയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ കാലാവധി അവസാനിച്ച തീയതി 1948 ജൂൺ 21. 1948 ജൂൺ 21 ഗവർണർ ജനറൽ എന്ന നിലയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ കാലാവധി അവസാനിച്ചത്. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി. കോസി നദിയാണ് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഫിലോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫിലോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷ. ഭാഷയുമായിട്ടാണ് ഫിലോളജി ബന്ധപ്പെട്ടിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. കെരാറ്റോപ്ലാസി ശരീരത്തിൻ്റെ ഏത് അവയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? കെരാറ്റോപ്ലാസി ശരീരത്തിൻ്റെ ഏത് അവയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? കണ്ണ്. കണ്ണുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസി. ഞണ്ടിൻ്റെ കാലുകളുടെ എണ്ണം. ഞണ്ടിൻ്റെ കാലുകളുടെ എണ്ണം 10. ഞണ്ടിന് 10 കാലുകളാണ് ഉള്ളത്. ആരുടെ ജന്മദിനമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്? എസ് രാമാനുജൻ. ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനം. എസ് രാമാനുജൻ്റെ ജന്മദിനമാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ മാച്ച് റഫറിയായ ആദ്യ വനിത. പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ മാച്ച് റഫറിയായ ആദ്യ വനിത GS ലക്ഷ്മി. GS ലക്ഷ്മിയാണ് പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ മാച്ച് റഫറിയായ ആദ്യ വനിത. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറാണ് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത്. ആന്ത്രോത്ത് ദ്വീപാണ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ്. 1908 കോഴിക്കോട്ട് രൂപം കൊണ്ട മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? 1908 കോഴിക്കോട് രൂപം കൊണ്ട മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? സി കുഞ്ഞിരാമമേനോൻ. സി കുഞ്ഞിരാമമേനോനായിരുന്നു 1908 കോഴിക്കോട് രൂപം കൊണ്ട മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ.
സർവാംഗനാഥൻ എന്നറിയപ്പെട്ട വേണാട് രാജാവ്. സർവാംഗനാഥൻ എന്നറിയപ്പെട്ട വേണാട് രാജാവ് ആദിത്യവർമ്മ. ആദിത്യവർമ്മ രാജാവാണ് സർവാംഗനാഥൻ എന്നറിയപ്പെട്ട വേണാട് രാജാവ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം വോയേജ് ഡാറ്റ റെക്കോർഡർ, VDR. വോയേജ് ഡാറ്റ റെക്കോർഡറാണ് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം. മേഘങ്ങളുടെ ചലനദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. മേഘങ്ങളുടെ ചലനദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നെഫോസ്കോപ്പ്. നെഫോസ്കോപ്പ് എന്ന ഉപകരണമാണ് മേഘങ്ങളുടെ ചലനദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്നത്. ചെടികൾ പുഷ്പിക്കാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായി സസ്യഭാഗങ്ങളെ ശീതീകരണത്തിന് വിധേയമാക്കുന്ന രീതി. ചെടികൾ പുഷ്പിക്കാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായി സസ്യഭാഗങ്ങളെ ശീതീകരണത്തിന് വിധേയമാക്കുന്ന രീതി അറിയപ്പെടുന്നത് വെർണലൈസേഷൻ. വെർണലൈസേഷൻ എന്നാണ് ചെടികൾ പുഷ്പിക്കാനുള്ള കാലദൈർഘ്യം കുറയ്ക്കുന്നതിനായി സസ്യഭാഗങ്ങളെ ശീതീകരണത്തിന് വിധേയമാക്കുന്ന രീതി. കുട്ടനാട്ടിലെ കായലുകൾ നികത്തി കൃഷിഭൂമിയാക്കി മാറ്റി റാണി ചിത്തിര മാർത്താണ്ഡം എന്നീ പേരുകൾ നൽകിയതാര്? കുട്ടനാട്ടിലെ കായലുകൾ നികത്തി കൃഷിഭൂമിയാക്കി മാറ്റി റാണി ചിത്തിര മാർത്താണ്ഡം എന്നീ പേരുകൾ നൽകിയത് ജോസഫ് മുരിക്കൻ. ജോസഫ് മുരിക്കനാണ് കുട്ടനാടിലെ കായലുകൾ നികത്തി കൃഷിഭൂമിയാക്കി മാറ്റി റാണി ചിത്തിര മാർത്താണ്ഡം എന്നീ പേരുകൾ നൽകിയത്. ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകം. ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകം അമോണിയ. അമോണിയയാണ് ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകം. ഇന്ത്യയിൽ ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച നിയമം. ഇന്ത്യയിൽ ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച നിയമം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിലാണ് ഇന്ത്യയിൽ ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ചത്. ദ സ്കോപ്പ് ഓഫ് ഹാപ്പിനെസ് എ പേഴ്സണൽ മെമ്മോയർ എന്നത് ആരുടെ ആത്മകഥയാണ്? ദ സ്കോപ്പ് ഓഫ് ഹാപ്പിനെസ് എ പേഴ്സണൽ മെമ്മോയർ എന്നത് ആരുടെ ആത്മകഥയാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റിൻ്റെ ആത്മകഥയുടെ പേരാണ് ദ സ്കോപ്പ് ഓഫ് ഹാപ്പിനെസ് എ പേഴ്സണൽ മെമ്മോയർ എന്നത്. രാജ്യസഭയിൽ അധ്യക്ഷത വഹിച്ച ആദ്യ വനിത. രാജ്യസഭയിൽ അധ്യക്ഷത വഹിച്ച ആദ്യ വനിത വയലറ്റ് ആൽവ. വയലറ്റ് ആൽവയായിരുന്നു രാജ്യസഭയിൽ അധ്യക്ഷത വഹിച്ച ആദ്യ വനിത. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് പരീതുപിള്ള. ജസ്റ്റിസ് പരീതുപിള്ളയാണ് കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. കുലീനവാതകങ്ങൾ എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? കുലീനവാതകങ്ങൾ എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? 18ാമത്തെ ഗ്രൂപ്പിൽ. 18ാമത്തെ ഗ്രൂപ്പിലാണ് കുലീനവാതകങ്ങൾ ഉൾപ്പെടുന്നത്. തീ കൊണ്ടുള്ള നൃത്തം എന്ന് പേരിനർത്ഥമുള്ള അനുഷ്ഠാനകല. തീ കൊണ്ടുള്ള നൃത്തം എന്ന് പേരിനർത്ഥമുള്ള അനുഷ്ഠാനകല തീയാട്ട്. തീയാട്ടാണ് തീ കൊണ്ടുള്ള നൃത്തം എന്ന് പേരിനർത്ഥമുള്ള അനുഷ്ഠാനകല. പത്മശ്രീ ലഭിച്ച ആദ്യ കഥകളി നടൻ. പത്മശ്രീ ലഭിച്ച ആദ്യ കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ. 1970 കലാമണ്ഡലം കൃഷ്ണൻ നായർക്കാണ് പത്മശ്രീ ലഭിച്ചത്. പത്മശ്രീ ലഭിച്ച ആദ്യ കഥകളി നടനാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ. കർണാടകയിലെ വീരകമ്പ കുന്നുകളിൽ നിന്ന് ഉദ്ഭവിച്ച് കേരളത്തിലേക്ക് എത്തുന്ന നദി. കർണാടകയിലെ വീരകമ്പ കുന്നുകളിൽ നിന്ന് ഉദ്ഭവിച്ച് കേരളത്തിലേക്ക് എത്തുന്ന നദി ഉപ്പള. ഉപ്പള നദിയാണ് കർണാടകയിലെ വീരകമ്പ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് എത്തുന്ന നദി. കൊല്ലത്തെ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. കൊല്ലത്തെ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തങ്കശ്ശേരി. തങ്കശ്ശേരിയാണ് കൊല്ലത്തെ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ മികച്ച തുറമുഖങ്ങളിൽ ഒന്നായി കൊല്ലം തുറമുഖത്തെ വിശേഷിപ്പിച്ച സഞ്ചാരി ആര്?
ലോകത്തിലെ മികച്ച തുറമുഖങ്ങളിൽ ഒന്നായി കൊല്ലം തുറമുഖത്തെ വിശേഷിപ്പിച്ച സഞ്ചാരി ഇബ്ൻ ബത്തൂത്ത. ഇബ്ൻ ബത്തൂത്തയാണ് ലോകത്തെ മികച്ച തുറമുഖങ്ങളിൽ ഒന്നായി കൊല്ലം തുറമുഖത്തെ വിശേഷിപ്പിച്ച സഞ്ചാരി. ഇന്ത്യയിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച രണ്ടാമത്തെ ഭാഷ ഏത്? ഇന്ത്യയിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച രണ്ടാമത്തെ ഭാഷ സംസ്കൃതം. സംസ്കൃതമാണ് ഇന്ത്യയിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച രണ്ടാമത്തെ ഭാഷ. ഇന്ത്യയുടെ ദേശീയ ഫലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഇന്ത്യയുടെ ദേശീയ ഫലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മാങ്ങ. മാങ്ങയാണ് ഇന്ത്യയുടെ ദേശീയ ഫലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഏത് പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്? ഏത് പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? ഇന്ത്യയിൽ രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ്? രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഇന്ത്യയിൽ രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്. വേണാട്ടിൽ പുലപ്പേടി നിരോധിച്ച ഭരണാധികാരി? വേണാട്ടിൽ പുലപ്പേടി നിരോധിച്ച ഭരണാധികാരി കോട്ടയം കേരളവർമ്മ. കോട്ടയം കേരളവർമ്മയായിരുന്നു വേണാട്ടിൽ പുലപ്പേടി നിരോധിച്ച ഭരണാധികാരി. ശ്വസനപഥത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗം? ശ്വസനപഥത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗം എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് ആണ് ശ്വസനപഥത്തിലേക്ക് ആഹാരം കടക്കുന്നത് തടയുന്ന ഭാഗം. കൊങ്കണി ഭാഷ ഏത് ഗോത്രത്തിൽ ഉൾപ്പെടുന്നു? കൊങ്കണി ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു? ഇന്തോ ആര്യൻ. ഇന്തോ ആര്യൻ ഭാഷാ ഗോത്രത്തിലാണ് കൊങ്കണി ഭാഷ ഉൾപ്പെടുന്നത്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി? മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി വൃത്താന്ത പത്രപ്രവർത്തനം. വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതിയാണ് മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല എറണാകുളം. കേരളത്തിൽ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഉള്ളത്. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് എന്ന്? മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത് 1891 ജനുവരി 1. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചത്. മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത്? മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? ചെറുകുടൽ. ചെറുകുടലിൽ വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുന്നതും. ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി? ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി എം.എൽ. ഗോവിന്ദൻ നായർ. എം.എൽ. ഗോവിന്ദൻ നായരാണ് ലക്ഷം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനാണ് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ. ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണം അനുഭവപ്പെടുന്ന ഗ്രഹം? ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം. വ്യാഴത്തിലാണ് ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത്. ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച വർഷം? ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച വർഷം
1859. 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത്. ജനഗണമന ആദ്യമായി ആലപിച്ച 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ജനഗണമന ആദ്യമായി ആലപിച്ച 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ BN ധർ. BN ധർ ആയിരുന്നു ജനഗണമന ആദ്യമായി ആലപിച്ച 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത്. മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് പാർവതി നെന്മേനിമംഗലം. പാർവതി നെന്മേനിമംഗലമാണ് മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത്. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഉലുവ. ഉലുവയാണ് ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം. കിഴക്കൻ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം. കിഴക്കൻ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വർ. ഭുവനേശ്വറാണ് കിഴക്കൻ തീരദേശ റെയിൽവേയുടെ ആസ്ഥാനം. റോമാക്കാരുടെ പാതാളദേവൻ്റെ പേരിൽ അറിയപ്പെടുന്ന കുള്ളൻ ഗ്രഹം. റോമാക്കാരുടെ പാതാളദേവൻ്റെ പേരിൽ അറിയപ്പെടുന്ന കുള്ളൻ ഗ്രഹം പ്ലൂട്ടോ. പ്ലൂട്ടോയാണ് റോമാക്കാരുടെ പാതാളദേവൻ്റെ പേരിൽ അറിയപ്പെടുന്ന കുള്ളൻ ഗ്രഹം. മഞ്ഞപ്പൂവ് പച്ചപ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും? മഞ്ഞപ്പൂവ് പച്ചപ്രകാശത്തിൽ ഏത് നിറത്തിലാണ് കാണപ്പെടുക? പച്ച. മഞ്ഞപ്പൂവ് പച്ചപ്രകാശത്തിൽ പച്ച നിറത്തിലാണ് കാണപ്പെടുക. മഞ്ഞപ്പൂവ് നീലപ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും? മഞ്ഞപ്പൂവ് നീലപ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും? കറുപ്പ്. മഞ്ഞപ്പൂവ് നീലപ്രകാശത്തിൽ കറുപ്പ് നിറത്തിലാണ് കാണപ്പെടുക. പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഭാരത സർക്കാർ അംഗീകരിച്ച വർഷം. പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഭാരത സർക്കാർ അംഗീകരിച്ച വർഷം 1998. 1998 പുന്നപ്ര വയലാർ സമരത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഭാരത സർക്കാർ അംഗീകരിച്ചത്. ചാലിയാറിൻ്റെ മലിനീകരണം മൂലം അടച്ചുപൂട്ടപ്പെട്ട ഫാക്ടറി. ചാലിയാറിൻ്റെ മലിനീകരണം മൂലം അടച്ചുപൂട്ടപ്പെട്ട ഫാക്ടറി മാവൂർ ഗ്വാളിയോർ റയോൺസ്. മാവൂർ ഗ്വാളിയോർ റയോൺസ് ഫാക്ടറിയാണ് ചാലിയാറിൻ്റെ മലിനീകരണം മൂലം അടച്ചുപൂട്ടപ്പെട്ട ഫാക്ടറി. ആഗോളതാപനം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ്. ആഗോളതാപനം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് വാലസ് സ്മിത്ത് ബ്രോക്കർ. വാലസ് സ്മിത്ത് ബ്രോക്കറാണ് ആഗോളതാപനം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ്. ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ് മാതൃക ക്വാണ്ടം മെക്കാനിക്സ് അവതരിപ്പിച്ച ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞൻ. ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ് മാതൃക ക്വാണ്ടം മെക്കാനിക്സ് അവതരിപ്പിച്ച ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞൻ എർവിൻ ഷ്രോഡിംഗർ. എർവിൻ ഷ്രോഡിംഗറാണ് ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ് മാതൃക ക്വാണ്ടം മെക്കാനിക്സ് അവതരിപ്പിച്ച ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞൻ. ആറ്റത്തിൻ്റെ പ്ലാനറ്ററി മോഡൽ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ. ആറ്റത്തിൻ്റെ പ്ലാനറ്ററി മോഡൽ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ നീൽസ് ബോർ. നീൽസ് ബോർ ആണ് ആറ്റത്തിൻ്റെ പ്ലാനറ്ററി മോഡൽ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ. ആറ്റത്തിൻ്റെ ബില്യാർഡ് ബോൾ മോഡൽ അവതരിപ്പിച്ചത്. ആറ്റത്തിൻ്റെ ബില്യാർഡ് ബോൾ മോഡൽ അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടനാണ് ആറ്റത്തിൻ്റെ ബില്യാർഡ് ബോൾ മോഡൽ അവതരിപ്പിച്ചത്. ഏത് ശാസ്ത്രജ്ഞനാണ് ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത്? ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ജെ തോംസൺ. ജെ തോംസനാണ് ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ അവതരിപ്പിച്ചത്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ അവതരിപ്പിച്ചത് അമിത് ഷാ. അമിത് ഷായാണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ അവതരിപ്പിച്ചത്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം. പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം. പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം കർണാടക. കർണാടകയാണ് പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം.
രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം, ജീവകം കെ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത്. ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ഗിരിജ വ്യാസ്. ഗിരിജ വ്യാസാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത്. കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത്. കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത് ജസ്റ്റിസ് ഡി ശ്രീദേവി. ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ് കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി 2 പ്രാവശ്യം വഹിച്ചത്. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം. ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം ക്ലോറല്ല. ക്ലോറല്ല എന്ന സസ്യമാണ് ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത് ബെൻ കിങ്സ്ലി. ബെൻ കിങ്സ്ലി ആയിരുന്നു ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത്. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ടേബിൾ ടെന്നീസ്. ടേബിൾ ടെന്നീസാണ് പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം. ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരുദത്ത് സോന്ധി. ഗുരുദത്ത് സോന്ധിയാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ AR റഹ്മാൻ. AR റഹ്മാനാണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയൻ. കുമരകം പക്ഷി സങ്കേതത്തിൻ്റെ സ്ഥാപകൻ. കുമരകം പക്ഷി സങ്കേതത്തിൻ്റെ സ്ഥാപകൻ ആൽഫ്രഡ് ജോർജ് ബേക്കർ. ആൽഫ്രഡ് ജോർജ് ബേക്കറാണ് കുമരകം പക്ഷി സങ്കേതത്തിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ പാസ്പോർട്ടിലെ ഡിജിറ്റുകളുടെ എണ്ണം. ഇന്ത്യൻ പാസ്പോർട്ടിലെ ഡിജിറ്റുകളുടെ എണ്ണം 8. ഇന്ത്യൻ പാസ്പോർട്ടിൽ 8 ഡിജിറ്റുകളാണ് ഉള്ളത്. പാൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം. പാൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം 10. പാൻ കാർഡിൽ 10 ഡിജിറ്റുകളാണ് ഉള്ളത്. പവർ ജനറേറ്ററിലെ കറങ്ങുന്ന ഭാഗം. പവർ ജനറേറ്ററിലെ കറങ്ങുന്ന ഭാഗം അറിയപ്പെടുന്നത് റോട്ടർ. റോട്ടർ എന്നാണ് പവർ ജനറേറ്ററിലെ കറങ്ങുന്ന ഭാഗം അറിയപ്പെടുന്നത്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ്. ഫാരഡാണ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്. ഇന്ത്യയെ വിശേഷിപ്പിക്കാൻ നാനാത്വത്തിൽ ഏകത്വം എന്ന സംജ്ഞ ആദ്യമായി ഉപയോഗിച്ചത്. ഇന്ത്യയെ വിശേഷിപ്പിക്കാൻ നാനാത്വത്തിൽ ഏകത്വം എന്ന സംജ്ഞ ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയെ വിശേഷിപ്പിക്കാൻ നാനാത്വത്തിൽ ഏകത്വം എന്ന സംജ്ഞ ആദ്യമായി ഉപയോഗിച്ചത്. 1926 ഏത് മാസികയിലാണ് EMSൻ്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിച്ചത്? 1926 ഏത് മാസികയിലാണ് EMSൻ്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിച്ചത്? പാശുപതം. 1926 പാശുപതം എന്ന മാസികയിലാണ് EMSൻ്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിച്ചത്. മിന്നലിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത്. മിന്നലിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് ഫുൾമിനോളജി. ഫുൾമിനോളജി എന്നാണ് മിന്നലിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത്. തിളയ്ക്കുന്ന വെള്ളത്തിൻ്റെ ചലനം ഏതിനം ചലനത്തിന് ഉദാഹരണമാണ്? തിളയ്ക്കുന്ന വെള്ളത്തിൻ്റെ ചലനം ഏതിനം ചലനത്തിന് ഉദാഹരണമാണ്? ക്രമരഹിത ചലനം. തിളയ്ക്കുന്ന വെള്ളത്തിൻ്റെ ചലനം ഒരു ക്രമരഹിത ചലനത്തിന് ഉദാഹരണമാണ്. സ്പീഡ് പോസ്റ്റ് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം. സ്പീഡ് പോസ്റ്റ് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986 ഓഗസ്റ്റ്. 1986 ഓഗസ്റ്റിനാണ് സ്പീഡ് പോസ്റ്റ് ഇന്ത്യയിൽ നിലവിൽ വന്നത്. കോമൺവെൽത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. കോമൺവെൽത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹാരോൾഡ് വിൽസൺ. ഹാരോൾഡ് വിൽസൺ ആണ് കോമൺവെൽത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ആദ്യ സിനിമയിലെ അഭിനയത്തിന് തന്നെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ മലയാള നടി. ആദ്യ സിനിമയിലെ അഭിനയത്തിന് തന്നെ മികച്ച നടിക്കുള്ള
ദേശീയ അവാർഡ് നേടിയ മലയാള നടി മോനിഷ. മോനിഷയാണ് ആദ്യ സിനിമയിലെ അഭിനയത്തിന് തന്നെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ മലയാള നടി. ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം. ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം ക്രിക്കറ്റ്. ക്രിക്കറ്റാണ് ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചതെവിടെ? കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത് മൺട്രോ തുരുത്ത്. മൺട്രോ തുരുത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത്. ബിപിൻ റാവത്തിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ശേഖരിപുരം ഗണേഷ് നഗർ റോഡ് സ്ഥിതി ചെയ്യുന്ന ജില്ല. ബിപിൻ റാവത്തിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ശേഖരിപുരം ഗണേഷ് നഗർ റോഡ് സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് ബിപിൻ റാവത്തിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ശേഖരിപുരം ഗണേഷ് നഗർ റോഡ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ച ആരോഗ്യ കേന്ദ്രങ്ങളുള്ള കേരളത്തിലെ ജില്ല. രാജ്യത്തെ ഏറ്റവും കൂടുതൽ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ച ആരോഗ്യ കേന്ദ്രങ്ങളുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ച ആരോഗ്യ കേന്ദ്രങ്ങൾ ഉള്ളത്. മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത്. മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകൾ. ഹോർമോണുകളാണ് മനുഷ്യരിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത്. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി ഖഗ്ഗർ. ഖഗ്ഗർ നദിയാണ് മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യയിലെ നദി. റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത്. റോഡിലെ മഞ്ഞ് ഉരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് ഉപ്പ്, സോഡിയം ക്ലോറൈഡ്. ഉപ്പാണ് റോഡിലെ മഞ്ഞുരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പന. എണ്ണപ്പനയാണ് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ സമുദ്ര സാമീപ്യം ഇല്ലാത്തത്. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ സമുദ്ര സാമീപ്യം ഇല്ലാത്ത കോർപ്പറേഷൻ തൃശ്ശൂർ. തൃശ്ശൂർ കോർപ്പറേഷനിലാണ് കേരളത്തിൽ സമുദ്ര സാമീപ്യം ഇല്ലാത്തത്. വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദോ ഘോഷ്. അരബിന്ദോ ഘോഷാണ് വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയ. ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഹോളോഗ്രഫി. ഹോളോഗ്രഫി എന്നാണ് ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.